ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, 888 മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കുന്നത്, നമ്മൾ തുടങ്ങി വെച്ച ബന്ധത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത്. നമ്മൾ തുടങ്ങി വെച്ച ആ ബന്ധത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു. എന്താണെന്ന് നോക്കിയാലോ. Dual sword, magician, 4 of sword, wheel of fortune, knight of pentacle, 2 of cup, 2 of cup, judgment, 7 of sword, king of pentacle, emperor, king of wands, page of wands, ace of sword. Bottom. ഫസ്റ്റ് തന്നെ 2 ഓഫ് സോഡാണ്. 2 സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ കൺഫ്യൂഷനിലാണ്. 2 സിറ്റുവേഷനാണ്. അപ്പം അതിൻ്റെതായ കൺഫ്യൂഷനും ഉണ്ട്. ഏത് വഴി പോകണം, ഏത് തിരഞ്ഞെടുക്കണം ഒന്നും മനസ്സിലാവാത്ത ഒരവസ്ഥ. അതാണ്. ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് കേൾക്കേണ്ടത്? കൺഫ്യൂഷൻ. എന്ത് തിരഞ്ഞെടുക്കണം? എന്തുകൊണ്ടാണ് ഈ ബന്ധത്തിൽ പ്രശ്നം വരുന്നത്? ഒരു കുറ്റബോധം. നിങ്ങളോട് മിണ്ടാൻ വരാൻ തോന്നുന്നു, അപ്പോൾ തന്നെ വേണ്ട എന്നും തോന്നുന്നു. അങ്ങനെ രണ്ട് തരം ചിന്തകളാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾ വന്നാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്ന് ഭയക്കുന്നുണ്ട്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയക്കുന്നു. അങ്ങനെയെല്ലാം ഉള്ളതാണ് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ്റെ കാർഡാണ് ഫസ്റ്റിൽ. നിങ്ങളിലേക്ക് വരണം തോന്നുന്നു, ആ സ്പോട്ടിൽ തന്നെ വരണ്ടെന്ന് തോന്നുന്നു. മിണ്ടാൻ വരണം, വേണ്ട, അവിടെ ഉള്ളിലൊതുങ്ങി നിൽക്കുക. വരണം തോന്നുമ്പോൾ തന്നെ വേണ്ടാന്ന് തോന്നുന്നൊരവസ്ഥ. അപ്പം ആകെ കൂടെ എന്താ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് മജീഷ്യനാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ത് നേടിയെടുക്കാനും പവറുള്ളൊരു വ്യക്തിയാണ്. ഇനി എന്ത് മാജിക് കാണിച്ചിട്ടാലും വിചാരിച്ച കാര്യം നേടിയെടുക്കും ആ വ്യക്തി. ഒന്നും എൻഡായി പോകാനൊന്നും വിടില്ല. അതിനെല്ലാം നല്ല ഇതിൽ കൊണ്ടുവന്ന് വരാനുള്ള കഴിവുണ്ട് ആ വ്യക്തിക്ക്. നിങ്ങളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കാനുള്ള പണിയെല്ലാം ആ വ്യക്തി എടുക്കുന്നുണ്ട്. എന്ത് മിറാക്കിൾ സംഭവിച്ചിട്ടായാലും ആ വ്യക്തി പറയുന്നത്, നമ്മൾ തുടങ്ങി വെച്ച ബന്ധത്തിൻ്റെ അർത്ഥം എനക്കും മനസ്സിലായി. എന്താ? 2 ഓഫ് കപ്പാണ്. 2 ഓഫ് കപ്പാണ്. അപ്പം എന്താണ്? നമ്മൾ തുടങ്ങി വെച്ച ബന്ധത്തിൻ്റെ അർത്ഥം ഇതാണ്. നമ്മൾ ഈക്വലാണ്, മിററിംഗ് ആണ്. അപ്പം ആ വ്യക്തി പറയുന്നത്, എന്ത് മാജിക് കാണിച്ചിട്ടാലും ആ വ്യക്തിക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങളിലേക്ക് എത്തിച്ചേരും. 2 സിറ്റുവേഷൻ ഉണ്ട്, 2 ചിന്തകളുണ്ട്, മനസ്സിന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്, എല്ലാം ആണ്. പക്ഷേ എവിടെ എത്തിച്ചേരും? 2 ഓഫ് കപ്പിൽ എത്തിച്ചേർന്നേ പറ്റൂ. 2 ഓഫ് കപ്പ് ആണ്. നിങ്ങൾ അങ്ങനത്തെ
രണ്ടാളും മിററിങ് ആയിട്ടുള്ള ഒരേപോലത്തെ സോളുകളാണ്. സോളുകൾ തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പം എന്തായാലും അവിടെ എത്തിച്ചേർന്നേ പറ്റൂ. നമ്മൾ തുടങ്ങി വെച്ച ബന്ധത്തിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എന്നാണ് ആ വ്യക്തി പറയുന്നത്. നെക്സ്റ്റ് 4 ഓഫ് സോഡാണ്. ഒരു വിശ്രമത്തിൽ ആ വ്യക്തി അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയാണ്. എല്ലാത്തിൽ നിന്നും പിൻവലിഞ്ഞിട്ട് ഉള്ളിൽ ഒതുങ്ങിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. മജീഷ്യനിലാണെങ്കിലും വല്ലാത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആലോചനയിലാണ്, എല്ലാം ഒരു ആലോചനയിൽ, എല്ലാറ്റിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ആ വ്യക്തി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായെങ്കിലും കൺഫ്യൂഷനാണ്, നല്ല കൺഫ്യൂഷനിലാണ് ആ വ്യക്തി ഉള്ളത്. ഏത് വഴി പോകണം, ആര് പറയുന്നതാണ് ശരി എന്നൊന്നും ആ വ്യക്തിക്ക് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ആകപ്പാടെ ആ വ്യക്തിനെ കൺഫ്യൂഷൻ അടുപ്പിക്കുക ചെയ്യുന്ന യൂണിവേഴ്സ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാവുന്നില്ല. നെക്സ്റ്റ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഡെസ്റ്റിനി, വിധി. എന്താണ് യൂണിവേഴ്സിൻ്റെ ടൈമിങ്ങിൽ സംഭവിക്കുന്ന? യൂണിവേഴ്സ് അത് ആ ടൈമിങ്ങിൽ എന്താണ്, ഒന്നുകിൽ ബന്ധം ദൃഢമാകും. ആ ഒരു ബന്ധത്തിൻ്റെ ഡീപ്നെസ് എന്താണെന്ന് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വ്യക്തി മജീഷ്യനാണ്. ആ വ്യക്തി നല്ല പവറുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നല്ല പോസിറ്റിവിറ്റിയിലുള്ളൊരു വ്യക്തിയാണ്, മജീഷ്യനാണ്. അപ്പോൾ തന്നെ ആ വ്യക്തിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വീൽ ഓഫ് ഫോർച്യൂൺ സമയമാകുമ്പോൾ യൂണിവേഴ്സിൻ്റെ ടൈമിങ് നമ്മൾ ഒന്നാവേണ്ടവരാണ്. നമ്മൾ തുടങ്ങി വെച്ച ബന്ധത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് ഒരു മേജർ ആർക്കാന കാർഡാണ്. അപ്പം നിങ്ങൾ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ, നല്ല കർമ്മത്തിൻ്റെ ഫലം യൂണിവേഴ്സ് തന്നേ തരും. ഇപ്പോഴുള്ള നിങ്ങളിപ്പം സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു കർമ്മയുടെ ഭാഗമായിട്ടാണ്. കർമ്മ ക്ലിയർ ആകുമ്പം എല്ലാ വേദനകളും മാറി നിങ്ങൾ 2 ഓഫ് കപ്പിൽ എത്തിപ്പെടും എന്നാണ് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു തീരുമാനമാണ് ഇതെല്ലാം. അത് ഇങ്ങനെ സെപ്പറേറ്റ് ആകുമ്പോൾ നല്ല പെയിനാണ് അനുഭവിക്കുന്നത്. അത് കർമ്മയുടെ ഭാഗമായിട്ടാണ്. ആ പെയിൻ നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സെപ്പറേറ്റ് വന്നത് നിങ്ങൾക്കിടയിൽ. ആ യൂണിവേഴ്സിൻ്റെ ടൈമിങ്ങിൽ എല്ലാം ശരിയായി വരും. അടുത്തത് നൈറ്റ് പെൻഡക്കിളാണ്. നൈറ്റ് എല്ലാം ഇപ്പം ആ വ്യക്തി സൂക്ഷിച്ചിട്ടാണ് എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത്. ഓടിച്ചാടി ഇപ്പം ആ വ്യക്തി ഒന്നും ചെയ്യുന്നില്ല. എന്ത് കാര്യങ്ങളുടെ, പൈസയുടെ കാര്യമായിക്കോട്ടെ, ഒരു ആളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആരെയും അങ്ങനെ ഓടിച്ചാടി ഒരു തീരുമാനം എടുക്കുന്നില്ല ഇപ്പം ആ വ്യക്തി. ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്തായാലും ലോക്കാക്കി വെക്കണം. അത്രയും ആ വ്യക്തി അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടുമുട്ടിയതും നമ്മൾ തുടങ്ങി വെച്ച ആ ബന്ധം വളരെ വളരെ ഡിവൈനാൽ ബന്ധപ്പെട്ടതാണ്, ഡിവൈനാൽ കണക്റ്റഡ് ആണ് എന്നാണ് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലൊരു മിസ്റ്റേക്കും വരാൻ പാടില്ല. അത് നല്ല പവിത്രമായി കൊണ്ടുപോകണം എന്നതെല്ലാം ആ വ്യക്തി 4 ഓഫ് സോഡിൽ ആ വ്യക്തി തനിച്ചിരുന്ന് ഇതൊക്കെയാണ് ആ വ്യക്തി ദൃഢമായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ ബന്ധം നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്തൊക്കെ 2 സിറ്റുവേഷനല്ല 10 സിറ്റുവേഷൻ ഉണ്ടായാലും ശരി, ഈ ബന്ധം നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ഒരു കാരണവശാലും ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിക്ക് അറിയാം. നെക്സ്റ്റ് കിങ് ഓഫ് വൺസ് ആണ്. ഈഗോ, ദൂരെ നോക്കി, നിങ്ങളെ ഈഗോ എല്ലാം ഉണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ തന്നെയാണ് ഫോക്കസ്, ദൂരെ നോക്കി ഇരിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മകളിൽ. ആ വ്യക്തി ഒരു കിങ്ങിൻ്റെ എനർജി ഉള്ള ഒരു മജിഷ്യനാണല്ലോ, അത്രയും പവറുള്ളൊരു വ്യക്തിയാണ്. ഈഗോ എല്ലാം ഉണ്ട് ആ വ്യക്തിക്ക്. ഈഗോ ഇല്ലാത്ത ഒരു കളിയില്ല. ഒരു ഫുൾ എനർജിയോട് കൂടെ പൂർണ്ണ സ്ഥിതിയിൽ എത്തിക്കണം എന്നാണ്. അപ്പം അതിനുവേണ്ടി ദൃഢനിശ്ചയത്താൽ ആ വ്യക്തി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. കിങ് ഓഫ് വൺസിൽ കിങ്ങിൻ്റെ എനർജിയോടുകൂടെ ഒരു ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണം. നിങ്ങൾ ഇനി ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ആ വ്യക്തി
എടുത്തിരിക്കുന്ന തീരുമാനം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നുപോയി, പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കരുത് എന്നാണ് ആ വ്യക്തി എടുത്തിരിക്കുന്ന തീരുമാനം. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് കപ്പാണ്. മിററിംഗ് ആണ്. രണ്ടുപേരും ഈക്വലായ, എന്താണോ ഒരാൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ മറ്റേയാളും ചിന്തിക്കുന്നത്. ഒരുപോലത്തെ സ്നേഹം, അടിത്തറയുള്ള ബന്ധം, സോൾമേറ്റ്, ഡിവൈൻ അനുഗ്രഹിക്കപ്പെട്ട ബന്ധം, ഇമോഷണലി കണക്റ്റാണ്, തുല്യത, കൊടുത്ത ആ ഒരു സ്നേഹം അങ്ങനെ തിരിച്ചു തരണം എന്നാണ് രണ്ടുപേർക്കും തോന്നുന്നത്. രണ്ടുപേരും അത്രയും അട്രാക്റ്റഡ് ആണ്. സോളുകൾ തമ്മിൽ അങ്ങനെ ആകർഷിക്കുകയാണ്. നിങ്ങൾക്ക് പകരം വേറെ ആരും ഇല്ല. സോൾമേറ്റ്, സോൾ കോൺട്രാക്റ്റിൽ വന്നവരാണ്. ഈ ബന്ധത്തിനെ തകർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം കൈമാറാനുള്ള അവസരം യൂണിവേഴ്സ് ഒരുക്കും. നിങ്ങൾക്കിപ്പോൾ പറ്റുന്നില്ല, കർമ്മ നേരിടുന്നതുകൊണ്ട് എന്തൊക്കെയോ തെറ്റിദ്ധാരണയും എല്ലാം ആയിട്ട് മാറി നിൽക്കുകയാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. എത്ര കാലം പിരിഞ്ഞാലും അത് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ട് നിങ്ങളെ അടുപ്പിക്കും. യൂണിവേഴ്സ് തന്നെ അടുപ്പിക്കും. അപ്പം നമ്മൾ തുടങ്ങി വെച്ച ബന്ധത്തിന്റെ അർത്ഥം എന്താണ്? 2 ഓഫ് കപ്പാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ അവർ വലിയ സന്തോഷമാവും. സോൾ ടു സോൾ ബന്ധമാണ്. അപ്പം അങ്ങനെയാണ് ആ ഓർമ്മകളിൽ. ഇതിൽ നിന്നും ഒരു പിന്തിരിയാൻ ഒരിക്കലും നടക്കില്ല. ഇതിൽ നിന്ന് പിന്തിരിയൽ ഒരിക്കലും നടക്കില്ല എന്ന് ആ വ്യക്തിക്ക് അച്ചട്ടറിയാം. ആ വ്യക്തി മജിഷ്യനാണ്. ഇമോഷണലി എന്താ, അഡിക്റ്റാണ്. ഇമോഷണലി ആണ്, ഫിസിക്കലി ആണ്. വല്ലാത്തൊരു ആകർഷണമാണ് തോന്നുന്നത്. നിന്നെ ഓർക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷം വരുന്നത് മുഖത്ത് എന്നാ പറയുന്ന ആ വ്യക്തി. ഓർമ്മകൾക്കൊപ്പം തന്നെ വേദനയുണ്ട്. പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ ആ ഒരു വേദനയും രണ്ടും ഉണ്ട്. വേദനിപ്പിക്കുന്ന ഓർമ്മകളും ഉണ്ട്. അപ്പം ഒരു ആദ്യം വിചാരിച്ച ആ വ്യക്തി കണ്ട് ഇതെല്ലാക്കി ആ വ്യക്തിക്ക് കുറേ സിറ്റുവേഷനെല്ലാം ഉണ്ട്. ആ വ്യക്തി വേറെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ആ വ്യക്തി വിചാരിച്ച് ആദ്യം ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് ഉള്ള ഒരു ഇതാണെന്ന് വിചാരിച്ചു പോയത്. അങ്ങനെ അങ്ങ് വിട്ടേക്കാന്നെല്ലാം വിചാരിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല ആദ്യം. പക്ഷേ അകന്നപ്പോഴാണ്, എത്ര വർഷം കഴിഞ്ഞാലും ആ ഫീലിങ്സ് പുതുമ കൂടിയിട്ടാണ് ഒരു പുതിയ ഓരോ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെപ്പറേഷൻ തന്നതെന്നാണ് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ളത്. എത്ര വർഷം പിരിഞ്ഞു നിന്നാലും പുതിയ പാഠങ്ങൾ പഠിച്ചിട്ട് നമ്മൾ വീണ്ടും കൂടുതൽ പവറോടും കൂടാ എന്നാണ് ആ വ്യക്തി പറയുന്നത്. നമ്മൾ തുടങ്ങി വെച്ച ബന്ധം നിസ്സാര ബന്ധമല്ല. അതെന്താണെന്നുള്ളത് ഞാൻ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ആ വ്യക്തി പറയുന്നത്. എത്രയാകുന്നാലും എന്താണ്, പുതുമയോടുകൂടി പുതിയ പാഠങ്ങൾ, ലെസണാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനു വേണ്ടി, എന്താണ് ഈ ബന്ധം, എന്താണ് തരുന്ന പെയിൻ. നല്ല പെയിൻ തരുന്നുണ്ട്. മാറി നിൽക്കുമ്പോൾ പല പെയിനും ഇട്ട് തരുന്നുണ്ട്. അതും പഠിക്കാനും വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ആ വ്യക്തി പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇത്രയും ആഴത്തിലെങ്കിൽ അച്ചട്ടം നീ എന്നെയും സ്നേഹിച്ചിരിക്കുന്നുണ്ടാവും, നീയും അതേപോലെ സ്നേഹിക്കുന്നുണ്ടാവും എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാക്കുന്നു. ആ വ്യക്തി നിസ്സാരമായ ഒരു വ്യക്തിയല്ല, മജിഷ്യനാണ്. ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ആ വ്യക്തിൻ്റെ ഉള്ളിൽ ഇത്രയും ഫീലിങ്സും ഇത്രയും വേദനയും ഉള്ള ഓർമ്മകളും വേദനയും എന്താ പറയുക, ഓർമ്മകളിൽ ഭയങ്കര ഫീലിങ്സായോ വേദനയും തരുന്നു, സ്നേഹവും തരുന്നു, എല്ലാം യൂണിവേഴ്സ് ഇട്ട് ഞാൻ ഇത്രയും ഫീലിങ്സ് ഉറങ്ങാനേ പറ്റുന്നില്ല. ഈ ചിന്ത ഇങ്ങനെ അല്ലേ അടിച്ച് വരികയാണ്. അപ്പം ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ അതേ അളവിൽ നീയും എന്നെ സ്നേഹിക്കുന്നുണ്ട്, നീയും അതേ ഫീലിങ്സ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ആ വ്യക്തി പറയുന്നത്. അവർക്ക് അത് മനസ്സിലാവുന്നു. അവർക്ക് പക്ഷേ എന്താ, ഈഗോ ഉണ്ട്, എംപററാണ്. ആ വ്യക്തിക്ക് അവർക്ക് അവരുടെ കൺട്രോളിൽ കിട്ടണം. അതാണ് ആ വ്യക്തിക്ക് വേണ്ടത്. ഈഗോ നല്ല ഈഗോ ഉള്ള വ്യക്തിയാണ്, എംപററാണല്ലോ. ഞാൻ പറയുന്നത് പോലെ നടക്കണം. നിങ്ങൾ ആ വ്യക്തിയുടെ കൺട്രോളിൽ കിട്ടണം. ആ വ്യക്തിക്ക്
എത്ര വർഷം നിങ്ങൾ അകന്നു നിന്നാലും മറക്കാൻ കഴിയില്ല. മറക്കാനോ വെറുക്കാനോ ഒന്നും കഴിയില്ല. ഒരു പുത്തൻ ഇന്നലെ കണ്ട പോലത്തെ ചിന്തകളും ഓർമ്മകളുമാണ്. വർഷം ചിലപ്പം 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും പിരിഞ്ഞിട്ട്. 10 വർഷം എങ്ങനെ പോയെന്നും അറിയില്ല. ഇന്നലെ പിരിഞ്ഞ പോലെ പുത്തനായ മിസ് ചെയ്യലുമായിട്ട് ആണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. അതൊരു എന്താ പറയുക, ഓർമ്മകൾ അങ്ങനെ കൊല്ലുന്ന വേദന, ഒരു ഭ്രാന്തമായ ഓർമ്മകൾ, കൊന്നുകൊണ്ടിരിക്കുന്ന വേദന, ഇതൊക്കെയാണ് ആ വ്യക്തി അനുഭവിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി പറയുന്നത്, ഞാൻ ഇതെല്ലാം സഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിതൊക്കെ യൂണിവേഴ്സിറ്റി തരുന്നുണ്ടെങ്കിൽ അതേപോലെ എൻ്റെ വ്യക്തിയും ആടെ ഇത് അനുഭവിക്കുന്നുണ്ട്. ഭ്രാന്തമായ ഓർമ്മകളും കൊല്ലുന്ന വേദനയും എല്ലാം അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് മനസ്സിലായി. ഉറങ്ങാൻ കഴിയുന്നില്ല. അതെല്ലാം ആണെങ്കിലും ഒന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ സാരമില്ല. ഒന്നിലും ഒരു ജോലിയിലോ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പോൾ എന്താ ആ വ്യക്തി വിചാരിക്കുന്നത്, ഒന്നും ഇനി ഈ നാശത്തിനെ കണ്ടുമുട്ടുണ്ടായിരുന്നു എന്ന് വരെ ചിന്തിച്ചു പോന്നു. അത്രയും ഫീലിങ്സ്, വേദനയും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയും സ്നേഹവും എല്ലാം കൂടിയാണ് ഇട്ടുകൊടുക്കുന്ന ഒരു വല്ലാത്തൊരു ലെസണിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ വ്യക്തി പറയുന്നത്, ഇതൊക്കെ എൻ്റെ വ്യക്തിയും അനുഭവിക്കുന്നുണ്ടാവും. ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒന്നിനും ഒരു ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലേ അതിലെല്ലാം ശ്രദ്ധിക്കാൻ പറ്റും, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ വിചാരിക്കുന്നത്, ഈ നാശത്തിനെ കാണുകയോ വേണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു സംഭവമേ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. പക്ഷെ ആ സ്പോട്ടിൽ തന്നെ എൻ്റെ വ്യക്തിയാണ്, എൻ്റെ സോളാണ് എന്നും ചിന്തിപ്പിക്കുന്ന യൂണിവേഴ്സ് എന്താ ചെയ്യാം. അങ്ങനത്തെ ഒരു വേദനയും. അപ്പോൾ ജഡ്ജ്മെൻറ്റ്, യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റാണ് നെക്സ്റ്റ് കാർഡ്. യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്കുള്ള ജഡ്ജ്മെൻറ്റ് തരുന്നത്. നിങ്ങളെ ഇത്രയും വേദനയും വിഷമവും ഓർക്കില്ലായ്മയും എല്ലാം തരുന്നത് യൂണിവേഴ്സ് തന്നെയാണ്. അപ്പം തന്നെ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്കുള്ള ജഡ്ജ്മെൻറ്റ് നേരിട്ട് തരികയാണ്. നിങ്ങൾക്കുള്ള ന്യായം തരലാണ്, നിങ്ങൾക്ക് നീതി തരികയാണ്. ഒരു പുനർജന്മം പോലെ എന്താണ്, ഒരു മുന്നോട്ട് പോകാൻ സമയമായി എന്നാണ് പറയുന്നത്. മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു എല്ലാവിധ ഒരു ഉണർവും ഉന്മേഷവും, എങ്ങനെ മുന്നോട്ട് പോകണം, നിങ്ങളിലേക്ക് ഒരു ഡിസിഷനുമായി എടുക്കാനുള്ള പവർ ആ വ്യക്തിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു യൂണിവേഴ്സ് തന്നെ ജഡ്ജ്മെൻറ്റ്. അതാണ് യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റ്. എങ്ങോട്ടാണ് ഈ ബന്ധം പോകുന്നത്, ഇതിൻ്റെ ട്രൂത്ത് എന്താണ്, ഇതിൻ്റെ ശരിയായ ട്രൂത്ത് എന്താണ്, അതൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ ഇത്രയും കാലം പരിശ്രമിച്ചതിൻ്റെ ഫലവും എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് നേരിട്ട് തരികയാണ്. നെക്സ്റ്റ് 7 ഓഫ് സോഡാണ്. ജഡ്ജ്മെൻറ്റിൽ യൂണിവേഴ്സ് എല്ലാവിധ ഇതും മനസ്സിലാക്കി കൊടുത്തു. ഇനി നെക്സ്റ്റ് 7 ഓഫ് സോഡിൽ പല വഞ്ചനയും ആ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല ഇതും അനുഭവിച്ചിട്ടാണ് ആ വ്യക്തി ഇതെല്ലാം ഇത്രയും കാലം ഒരു വഞ്ചനയിലേക്കൂടിയാണ് ആ വ്യക്തി കടന്നു ഉണ്ടായിട്ടുള്ളത്. ഒറ്റപ്പെടൽ, വളരെ ഒറ്റപ്പെട്ടിട്ടും ഉറക്കില്ലാണ്ടും മറ്റേ ഒരു സിറ്റുവേഷനിൽ നിന്നുള്ള ഇഷ്യൂ, അതുകൊണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല, ഉറങ്ങാനൊന്നും വിടില്ല ഇഷ്യൂ. അപ്പോൾ അതെല്ലാം അനുഭവിച്ചിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഒരു ചീറ്റിങ് നേരിട്ടിട്ടാണ് ആ വ്യക്തി അതിനെല്ലാം തരണം ചെയ്തിട്ട് വരുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ചീറ്റിംഗ് എന്നെല്ലാം രക്ഷപ്പെട്ടിട്ട്, യൂണിവേഴ്സ് രക്ഷപ്പെടുത്തിയിട്ട് എന്ന് പറയാം. നെക്സ്റ്റ് കിങ് ഓഫ് പെൻഡിക്കലാണ്. ആ വ്യക്തി ഇപ്പോൾ ഒരു നല്ലൊരു ധനികനായി മാറിയിട്ടുള്ളത്. എല്ലാം തികഞ്ഞ ഒരു സെൽഫിഷായിട്ട് നിൽക്കുന്നുണ്ട് ആ വ്യക്തി. ഇപ്പോൾ ഉള്ള ആ വ്യക്തിയുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറി. യൂണിവേഴ്സ് ആ വ്യക്തിനെ ഒരു സ്റ്റേബിളാക്കി മാറ്റിയിട്ടുള്ളത്. നല്ല അബണ്ടൻസ് എല്ലാം വരുത്താൻ തുടങ്ങി. പ്രശ്നം എന്തുണ്ടെങ്കിലും അത് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും യൂണിവേഴ്സ് അതിൻ്റെ മാർഗനിർദ്ദേശം കൊടുക്കുന്നുണ്ട് ആ വ്യക്തിക്ക്. അതുകൊണ്ടാണ്. നെക്സ്റ്റ് പേജ് വാൾസ്. എന്ത് തടസ്സമുണ്ടെങ്കിലും റിസ്ക് എടുത്തിട്ട് വരാനുള്ള ഒരു വഴിയെല്ലാം ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. വരാൻ തയ്യാറായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്.
ഒരു ഉയർന്ന ഊർജ്ജത്തോട് സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഒന്ന് കാണണം നിങ്ങൾ ഫസ്റ്റ് ആ വ്യക്തിക്ക്. ഓടി വന്നൊന്ന് നിങ്ങളെ കണ്ടാൽ മതി. അത്രയും മാനസികമായ സംഘർഷം, ഉറക്കില്ലായ്മ, എല്ലാ പ്രശ്നങ്ങളും, അതുകൊണ്ട് തന്നെ ഹെൽത്ത് പ്രശ്നം, ശാരീരികമായും മാനസികമായും എല്ലാം തകർന്നിട്ടുള്ളത്. നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണുള്ള. നെക്സ്റ്റ് ഏസ് ഓഫ് സോഡ് കേട്ടോ. ഒരു പുതിയ തുടക്കം, പഴയതെല്ലാം വിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പുതിയൊരു ബുദ്ധിപരമായി ചിന്തിച്ചിട്ടൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി ആക്ഷൻ എടുക്കുകയാണ്. ഒരാഴമുള്ള ബന്ധമാക്കിയിട്ട് നല്ല രീതിയിൽ ഇനി അങ്ങോട്ട് പോകണം എന്നുള്ളത് ആണ് ആ വ്യക്തിയുടെ ചിന്തകൾ. എല്ലാം മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസവും എല്ലാം ആ വ്യക്തിക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇനി ആക്ഷൻ എടുത്ത് വരികയാണ് നിങ്ങളിലേക്ക്. ക്ലാരിഫിക്കേഷൻ നോക്കട്ടെ. എംപററാണ്, അവിടെ എംപററാണ്. ഈഗോവും തിളക്കനോ വിടാൻ പറ്റില്ല. ഉള്ളിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ പിന്നെ പറയുന്നുണ്ടെങ്കിൽ ഈഗോ തന്നെയാണ് ആ വ്യക്തിയുടെ ഏറ്റവും മുന്നിട്ട് നിൽക്കുക. ഈഗോ ആണ്, എംപററാണ്. ഇവിടെ എംപറർ തന്നെ കിട്ടിയിരിക്കുന്നത്. എല്ലാം ഇതാണ്. ഒരു രണ്ട് സിറ്റുവേഷൻ ഉണ്ടായത് ഇതാണ്. തേർഡ് പാർട്ടി, അപ്പം ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്യുന്ന തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ആ വ്യക്തി ഇപ്പം ജീവനും കൊണ്ട് വരുന്നത് കേട്ടോ. നിങ്ങളെ ഓർക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് 9 ഓഫ് കപ്പ്, നിങ്ങളെ ഓർക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു സന്തോഷം അനുഭവിക്കുന്നത്. നിങ്ങൾ പാസ്റ്റിൽ സ്നേഹിച്ചതും എല്ലാം ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു മനസ്സൊരു കുളിർമയാകുന്ന അവസ്ഥയാണ്. കിങ് ഓഫ് സോഡ് ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. അപ്പം ആ വ്യക്തി എല്ലാം ഒരു തീരുമാനിച്ചുറപ്പിച്ചിട്ട് സമാധാനത്തോടു കൂടെ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഒരുപാട് ചോയ്സും എല്ലാം ഉണ്ട്, പക്ഷേ ആ വ്യക്തിക്ക് അതൊന്നും കണ്ണേ കാണുന്നില്ല. ആ വ്യക്തിയിൽ തന്നെ ഒരുപാട് തേർഡ് പാർട്ടിയിൽ നിന്ന് അനുഭവിച്ച വ്യക്തിയാണ്. അപ്പം ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ എന്താണ് നമ്മൾ തുടങ്ങി വെച്ച ബന്ധത്തിൻ്റെ അർത്ഥം, എന്തൊക്കെയാണ് സംഭവിച്ചത്, എനിക്കിനി ആരെയും കണ്ട എനിക്ക് എൻ്റെ ലോകത്തിലേക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുവാണ് ആ വ്യക്തി. ക്യൂൻ ഓഫ് പെൻഡിക്കൽ ഇത്രയും സ്റ്റേബിളായി ആ വ്യക്തി. എല്ലാം ഇനി നിങ്ങളിലേക്ക് എത്തിച്ചേരുക വേണ്ടും. ആ വ്യക്തി എല്ലാം കൊണ്ടും സ്റ്റേബിളായി ഉള്ളത്. ഒരുപാട് വഞ്ചനയിലൂടെയും എല്ലാം കൂടിയാണ് ആ വ്യക്തി കടന്നുപോയ. ഒരുപാട് വഞ്ചന നേരിട്ടിട്ടുണ്ട് ആ വ്യക്തി. അബണ്ടൻസ്, എല്ലാ അബണ്ടൻസും എല്ലാം കൊടുക്കുവാണ് യൂണിവേഴ്സ്. ഇനി ആ വ്യക്തിക്ക് എല്ലാ കർമ്മയെല്ലാം നേരിട്ട് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് സക്സസ് ആണ്. ഏത് ഭഗവാന്റെ അനുഗ്രഹമാണ് നോക്കാലോ. ഇന്നല്ല ഭഗവാന്റെ ഇന്ന് രണ്ടും എടുക്കും. പിന്നെ ശിവഭഗവാനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടും എടുക്കല്ലേ. എൻ്റെ അടിയിൽ എന്താ നോക്കട്ടെ, എന്താ വന്നാൽ നോക്കട്ടെ. രണ്ടടിക്കും ശിവനും ശ്രീ പാർവതി മാതയാണ് ഇപ്പുറം, മൂന്നാണ് ഇപ്പുറം. എന്താ അപ്പോൾ ഇതന്നെ നോക്കാം. രണ്ടും എടുക്കണം നമുക്ക്. ഇങ്ങനെ ഓടിക്കല്ലേ. അപ്പം ഭഗവാൻ പറയുന്നത്
ദേവി ശ്രീ പാർവതി മാതയും പറയുന്നത്, നിങ്ങൾ തുടങ്ങി വെച്ച ബന്ധത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ്, ഇതുപോലെ കഴിയേണ്ടവരാണ് നിങ്ങളെന്നാണ് പറയുന്നത് കേട്ടോ. അത് നിസ്സാരക്കാരല്ല, ഇതുപോലെ കഴിയേണ്ടവരാണെന്ന് പറയുന്നത്. ഇനി ആ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കണം. The timing just wants right for us. നമ്മുടെ സമയം ശരിയായിരുന്നില്ല, അതുകൊണ്ടാണ് സമയം ശരിയായിരുന്നില്ല, അതുകൊണ്ടാണ്. യു ആർ മൈ വേൾഡ്, നീയാണ് എൻ്റെ വേൾഡ്. ഐ ഹൈഡ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്സ്, ഞാൻ മെറ്റീരിയൽ ആയ വസ്തുക്കളുടെ പുറകെയായിരുന്നു. യു ആർ മൈ ട്വിൻ ഫ്ലെയിം, അത് ശരിയാണ്, ട്വിൻ ഫ്ലെയിം തന്നെയാണ്. നീ എൻ്റെ ട്വിൻ ഫ്ലെയിം ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ജർമ്മനി പോലീസ്, കണ്ണൂർ ബി, ഡാൻസർ അവിട്ടം, മലപ്പുറം ജി, ചോതി എഫ്, ജൂൺ മകീര്യം, രേവതി അക്കൗണ്ടന്റ്, പുണർദം ഫെബ്രുവരി, സെപ്റ്റംബർ മകം, ടി പത്തനംതിട്ട, തൃക്കേട്ട ആലപ്പുഴ, ആഗസ്റ്റ് അശ്വതി, കോട്ടയം ഡിസംബർ, അനിഴം ആർ, ജനുവരി ആയില്യം, വി ചിത്ര, പൂരുട്ടാതി ഡ്രൈവർ, തിരുവോണം കൊല്ലം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.